ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ലൈഫ് വ്ളോഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഞാൻ ഒരു 1 to 2 വീക്കോളായി വീഡിയോസൊന്നും ഇടാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനുള്ള മടിയും പിന്നെ ഓരോരോ സംതിങ്ങും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ വിശേഷങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫാമിലി എല്ലാവരും നാട്ടിലോട്ട് പോയി. അപ്പം ഇതൊരു അവർ പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. പോയിട്ട് 1 വീക്കായി, പക്ഷേ എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഇടാനൊക്കെ കുറേ ടൈം എടുത്തിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇതാ ചക്കരമുത്ത് പോവേന്നിട്ടോ. ചക്കരമുത്ത് പോവേ ഭയങ്കര മിസ്സിങ് വന്നിട്ടാ. ഇപ്പോൾ അവിടെ പോയിട്ട് ഭയങ്കര ആഘോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണോ എനിക്കതിൽ കാണാൻ വേണ്ടിക്ക് ആക്കാൻ വേണ്ടിക്ക്. കുറച്ച് ചെറുത്തിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. ഞാൻ ഇടയിൽ വീഡിയോസിനൊക്കെ ഷോപ്പിംഗ് വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അത് നാട്ടിലേക്കുള്ള പർച്ചേസിങ്ങിനാണ് നമ്മളിങ്ങനെ ഇടയിലൊക്കെ ഷോപ്പിൽ പോയിട്ടുണ്ടായത് കേട്ടോ. പുറത്ത് വന്ന ടൈമിൽ ഞാൻ അധികം ഷോപ്പിൽ കയറിയിട്ടുണ്ടായെന്ന് വോയിസിൽ പറയാറുണ്ട്. അപ്പോൾ ഇതുണ്ടോ മെഹറ, എത്ര നല്ല വഴി വെച്ചാലും ഒക്കെ ഇഷ്ടം കുറുക്ക് വഴിയാണ് കേട്ടോ. അപ്പോൾ ഡീസൻറ്റിൽ നടന്നു പോകുന്നുണ്ട്. നമ്മളൊരു ബോണ്ടി ഷോപ്പിലാണ് വന്നിട്ടുണ്ടായത്, ബെഹ്റാനിലും ബോണ്ടി ഷോപ്പിൽ. എനിക്ക് എക്സാക്ട് ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല, റിഫൈലാണെന്ന് തോന്നുന്നു. അപ്പം അവിടെയാണ് പോയിട്ടുണ്ടായത്. ഇവിടെ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ് എന്തെല്ലോ വേറെ ചോക്ലേറ്റിൻ്റെ എന്തൊക്കെയോ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്താ കഴിക്കുന്നു നേരെ? പുള്ളിമുട്ടായ കാണിച്ചു. അപ്പം ഇത് ഉപ്പാൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നേന്ന് കേട്ടോ. മാങ്ങയും ചതുർനെല്ലിക്ക് ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പം നമ്മൾ പെട്ടി കെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് അതും കൂടി കഴിച്ച് ചേർത്തിട്ടുണ്ടായി. പിന്നെ ഇതാ ബോക്സൊക്കെ 2 ബോക്സ് അങ്ങനെ കെട്ടാനുണ്ടായിട്ടുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കെട്ടി വെച്ചിട്ടുണ്ടായിനി. പിന്നെ കെട്ടി വെച്ചാൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു വെയിറ്റിൻ്റെ ഒരു മിസ്റ്റേക്കും സാധനം കുറച്ച് കൂടിപ്പോയി, അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ തിന്ന് തീർക്കലാണ് മെയിൻ പരിപാടി. ഓക്കെ, എല്ലാവരും ഉണ്ടായിട്ട് പെട്ടെന്ന് ഒറ്റക്കായപ്പോഴുള്ള ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒക്കെയാണ് പോകല്. അത് നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും നമ്മൾ എല്ലാവരും ഒക്കെയാണ് പോകല്. അതായത് ബ്രദറിൻ്റെ വൈഫും 2 ആളും പിന്നെ നമ്മൾ സിസ്റ്റേഴ്സും അങ്ങനെയാണ് നമ്മളെല്ലാവരും പോക്ക്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഞാനും മൂത്ത ബ്രദറിൻ്റെ വൈഫും കൂടെ ഉള്ളത്. ആളും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും കേട്ടോ. അപ്പം പിന്നെ ഞാൻ മാത്രമായി. അപ്പം എല്ലാവരും നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ എന്തോ ഒരു മിസ്സിങ് ആണ് കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ എന്താ പറയുക, എന്തോ ഒരു വിഷമമൊക്കെ ആകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതാ ഇവനെ കാണുമ്പോൾ എന്തോ പോലെ. പക്ഷെ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഫോണിൽ പെട്ടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ എന്ത് മനസ്സിലായിട്ടാണ് ഇത്ര ഡാൻസൊക്കെ കളിക്കുന്നതെന്ന് അറിയില്ല. കട്ടിക്കഴിഞ്ഞതിന് ശേഷം വെയിറ്റിൻ്റെ കാര്യത്തിൽ കുറേ ഒരു ഇത് വന്നു കേട്ടോ. അതായത് കുറച്ച് സാധനത്തിൻ്റെ വെയിറ്റൊക്കെ കൂടി. പിന്നെ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ 2-3 പ്രാവശ്യം ഈ ബോക്സ് കെട്ടഴിച്ചിട്ടുണ്ടായിട്ടോ. അതാ ഈ ബോക്സ് ഇങ്ങനെ കിടക്കുന്നത്. നമ്മൾ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടായത് ഒരു 12 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ വന്നിട്ട് ഡോറ് തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഗൈസ്, അവരിന്ന് ബഹ്റൈനെ വിട്ടു പോകുന്നു ഗൈസ്. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല, ഒരു കാലത്തും തിരിച്ചു വരവില്ല.
അങ്ങനെ എല്ലാ സാധനവും എടുത്തു വെച്ച് പെട്ടിയും സാധനമൊക്കെ എടുത്തു വെച്ച് 2 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നുണ്ടായത്. ഒരു കാറിൽ മൊത്തം ലഗേജും സാധനമൊക്കെ കൊണ്ടുപോയി, പിന്നെ ഒരു കാറിൽ എല്ലാവരും പോയിട്ടുണ്ടായത് കേട്ടോ. ഓൾമോസ്റ്റ് ടൈമൊക്കെ ആവാനായി, ഒരു 5:30-6 മണി. അവർക്ക് 12 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 10 മണിക്ക് അവിടെ എത്താമെന്നുള്ളൊരു ഇള്ളാന്ന് കേട്ടോ ഇറങ്ങുന്നുണ്ടായത്. അമ്മ ബോക്സൊക്കെ ആദ്യം കാറിലെടുത്ത് വെച്ച്. ഇവർ പോകുന്നതുകൊണ്ട് തന്നെ റൂം കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ആക്കിയപ്പോഴുള്ള ബാക്കിയുള്ള ഐറ്റംസ് വന്നിട്ട് നമ്മൾ വന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണിത്. അപ്പോൾ ഇത് കൂടുതലൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ വേറൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. ബ്ലാങ്കറ്റ്, പില്ലോ, ഡ്രസ്സ്, ബോട്ടിൽസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് അങ്ങനെ കളയണ്ട, ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ സൈഡിലേക്ക് തൂക്കിയിട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ഓരോ ഭാഗത്ത് ഇങ്ങനെ യൂസ് ആവുന്ന സാധനങ്ങൾ ഇടാൻ വേണ്ടിക്ക് വേറെ ബോക്സ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് അങ്ങനെ ഒരു ബോക്സ് ഇല്ല, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടലാണ് കേട്ടോ യൂസ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ബ്ലാങ്കറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ബാക്കി ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടാണ്. ചെറിയ പെട്ടിയാണേ. കൂട്ടി നമ്മളെല്ലാം പഠിച്ച് പണ്ടേ ഉള്ളതാണ്. മെഹറൊക്കെ പെട്ടി കാണുമ്പോൾ അതിൽ കയറി ഇരിക്കുക, മൂടാക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായത്. പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന് ഒരു 8:30-9 മണി അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. 12 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 10 മണിക്ക് എത്താനുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഇന്നലെ ആരും ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പിള്ളേർ വണ്ടി കയറിയപ്പം തന്നെ ഉറങ്ങി കേട്ടോ. ഇത് ചെമ്പ് നല്ല കയറിയപ്പം മുതലുള്ള ഉറക്കാണ് കേട്ടോ. ഇത് നല്ല ഉറക്കമാണ് ആൾ. അപ്പോൾ എയർപോർട്ട് ഏകദേശം എത്താനായിട്ടുണ്ടായി. അപ്പോൾ എത്താനായ ടൈം നമ്മൾ നേരെ വിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടാ. അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്ത് ചായയും കുറച്ച് ബർഗറും സാൻഡ്വിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായി. സാൻഡ്വിച്ചും ബർഗറും അവർക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായതാണ് കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നേരെ വന്നിട്ട് ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതാ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ലഗേജും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയി കേട്ടോ. അസ്സലാമു അലൈക്കും. ആൾ ഓഫീസിൽ നിന്നാണ് നേരെ നമ്മളെ ഇവിടെ ഇറക്കാൻ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇറക്കി കഴിഞ്ഞിട്ട് അവൻ നേരെ ഓഫീസിലോട്ട് പോയിട്ടാ. ഉപ്പിയും അർഷാദും കൂടിയിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എന്ത് അർഷാദ ടിപ്പ ഇങ്ങോട്ട് വരൂ ട്ടാ. സങ്കടം ഉണ്ടാ നിനക്ക്? എന്തേ അവിടെ പോയി നിന്നിട്ട് നോക്കിക്കോ. നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, പോയി നിന്നിട്ട് നോക്കിക്കോ. ചുമു 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 ബായ് ചുമു. മിക്സി, ആറ്റ എല്ലാം ഒപ്പരം വരാൻ കുഴപ്പമില്ല. പിന്നെ അർഷാദ എല്ലാം ഒപ്പരം വരാൻ ഞാനും അറിയാനല്ലോ. ഒരുമിച്ച് കുറഞ്ഞില്ലേ മറ്റേ ചോളെല്ലാം തിന്നാൻ പോട്ടാ. ആറ്റ മുട്ടായി ഒറ്റയ്ക്ക് എൻ്റെ മുട്ടായി വെച്ചു.
നേരൊക്കെ മുട്ട കഴിച്ചു ശരിയോ നേരക്ക് നമ്മൾ കൂട്ടാൻ വരും ഏനാന്നൊരു ഒന്ന് കെട്ടിപ്പിടിക്ക് കെട്ടിപ്പിടിക്ക് ഞാൻ പോകിയപ്പോ പിന്നെ ഇപ്പോഴേ കാണാനേ പോയി കെട്ടിപ്പിടിക്ക് കെട്ടിപ്പിടിക്ക് കേട്ടോ ഒരു മുന്നൊക്കെ നമ്മൾ പോക്കായി സുഖമായിട്ട് വന്നിട്ടോ ബൈ ബൈ മെഹറക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായത്. എയർപോർട്ട് എത്തിയപ്പം തന്നെ അതുവരെ ഓക്കെ ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കാനും ചാടിക്കളിക്കലൊക്കെ ആയിരുന്നു. എയർപോർട്ട് എത്തിയപ്പോൾ അവൾ സ്വിച്ചിട്ട് പോലെ അവളെ ഫേസ് ആകെ മാറിപ്പോയിട്ടുണ്ടായിനി. എല്ലാവരും യാത്രയും കൂടി പറഞ്ഞ് ഉപദേശവും കൂടി കൊടുത്തപ്പോൾ കുറച്ചും കൂടി അവളൊന്ന് ഇതായിപ്പോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ അവളെ ഇവിടെ നിന്ന് ഈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് എൻ്റെ റൂമിലെത്തുന്നവരെ ആൾ ഒന്നും മിണ്ടിയിട്ടില്ല, മൊത്തം സൈലൻ്റ് ആയിരുന്നു. ചോദിക്കുന്നതിന് ഇങ്ങനെ തലയാട്ടുന്നല്ലാണ്ട് ഒന്ന് സംസാരിക്കുക പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അൽഫിയില്ലോണ്ട് വലിയ അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇവർ പോയപാടില്ലാതുകൊണ്ടും പിന്നെ ഉറക്കമൊന്നും ശരിയാകത്തോണ്ടുള്ള ഒരു പ്രശ്നം കേട്ടോ. പിന്നെ തിരിച്ച് റൂമിലെത്തി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് മിഠായിയൊക്കെ കഴിച്ചപ്പോൾ ആൾ പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഉറങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ പോകുമ്പോഴും എല്ലാവരും ഫാമിലി ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ എല്ലാവരും എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ആകെ മനസ്സിലെന്തോ ഒരു വേദന പോലെ ഉണ്ട് കേട്ടോ. കാരണം എന്തോ ഒരു മൂഡ്, എന്താ പറയുക, അപ്പുറം ഇപ്പുറം ആർക്കും ഒന്നും പരസ്പരം സംസാരിക്കാനില്ലാത്ത പോലെ അങ്ങനെ ഒരു ഫീല് അങ്ങനെയായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ദിവസം എന്തായാലും അത് ഉണ്ടാവും. ആ ഒരു കാരണം കൊണ്ടാണ് വീഡിയോ ഒന്ന് എന്താ പറയുക എഡിറ്റ് ചെയ്ത് വരാനും കുറച്ച് ടൈം എടുത്തത്. ഈ ഓരോ വീഡിയോ കാണുമ്പോഴും വല്ലാത്തൊരു സങ്കടമുണ്ട്. ഇനി വീഡിയോസ് ഇല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവും, ഞാനും എൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പം പിന്നെ തിരിച്ച് റൂമിലോട്ടേക്ക് പോവാണ്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായി ഇനിയും വരാം. ഇനി ഞാനും എൻ്റെ ചെറിയൊരു കുടുംബവുമായി ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.